Hello, welcome back to our channel Ayruz Food and Craft. ഞാൻ നിങ്ങളുടെ ഫസീന അൻസാരി. ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു മുറുക്കാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 2 കപ്പ് അരിമാവ്, വറുത്ത് പൊടിച്ച അരിമാവാണ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനായിട്ട് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്ന് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വേണം. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഞാൻ കുതിരാൻ ഇട്ടതാണ്. കുതിർന്നിട്ട് ഇപ്പോൾ ഒരു അരിപ്പയിൽ തോരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 പിഞ്ച് കായപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ തോരാൻ വെച്ചിരുന്ന ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് ഇതേപോലെ ഒരു കടായിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ ഉഴുന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും. അപ്പൊ നന്നായിട്ടൊന്ന് ചൂടായി ചെറിയൊരു ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഉഴുന്നിപ്പോൾ തണുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടോടുകൂടി മാത്രമേ നമ്മൾ ജാറിലിട്ട് പൊടിച്ചെടുക്കാവൂ. ചൂടോടുകൂടി ഇടരുത്. ഭയങ്കര ചൂടുകൂടി ജാറ് കംപ്ലൈന്റ് ആവും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഉഴുന്ന് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തരിയായിട്ടൊന്നും പൊടിഞ്ഞു കിട്ടില്ല. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് അത് തോർന്നിട്ടാണ് നമ്മളിത് വറക്കുന്നത്. വറക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇതങ്ങ് വറക്കുക. നന്നായിട്ട് വറുത്തിട്ട് മാത്രമേ ഇത് പൊടിക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരിമാവ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് എടുത്തു വെച്ചിരിക്കുന്ന മൈദാപ്പൊടി 2 ടേബിൾ സ്പൂൺ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എള്ള്, 2 നുള്ള് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ജീരകം ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്നു, ചെറിയ ജീരകം പറയാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് ഈ മാവൊന്ന് മിക്സ് ചെയ്യുക. ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ ആണ്. ചെറിയ ജീരകം ഇല്ലെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴിക്കുന്നത് പോലെ തന്നെ ഞാൻ സെയിം എപ്പോഴും മിക്ക റെസിപ്പിയിലും പറയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ പക്കാവടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. സെയിം അതിനൊക്കെ കുഴയ്ക്കും പോലെ തന്നെ പക്കാവടയ്ക്കൊക്കെ മാവ് ഏതൊരു മെത്തേഡിലാണോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഇതിനും മാവ് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് ഏകദേശം ഒരു പരുവത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് സേവനാഴി എടുത്തിട്ടുണ്ട്. സേവനാഴിയിൽ നമുക്ക് കുറേ അച്ചുണ്ട് അല്ലേ. ഇടിയപ്പത്തിനുള്ള അച്ചുണ്ട്, അതേപോലെ പക്കാവടയ്ക്കും മുറുക്കിനും ഒക്കെയുള്ള അച്ചുണ്ട്. അപ്പോൾ ഇതാണ് മുറുക്കിനുള്ള അച്ച്. ഇതേപോലെ ഒരു സ്റ്റാർ പോലെയുള്ള ഒരച്ചാണ്. ഈ സേവനാഴിയുടെ ഉള്ളിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് വളരെ സ്മൂത്തായിട്ട് ഈ മാവ് പോകാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലൊന്ന് ഒരു ഓയിൽ കുറച്ച് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മാവ് ഇതേപോലെ ഒന്ന് ഉരുട്ടി
സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം അങ്ങ് പീച്ചണം. നല്ല പീച്ചതിന് ശേഷം നമ്മളിങ്ങനെ റൗണ്ട് ആക്കണം. ഇനി ഒരെണ്ണം കൂടി ഞാൻ പീച്ചി കാണിക്കാം. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഞാനിത് വിറകടുപ്പിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിൽ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേപോലെ ഒരു ചട്ടുക എടുക്കുക. അതിലേക്കങ്ങ് നമ്മളിത് മറിച്ചിട്ടങ്ങ് കൊടുക്കുക. ഇതിനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വിറകടുപ്പായതുകൊണ്ട് തീ കുറച്ച് വേണം വെക്കേണ്ടത്, പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. നമുക്ക് ആദ്യം ഇതങ്ങ് പൊരിച്ചെടുക്കാം. ഇത് നമ്മുടെ എണ്ണയിൽ കിടന്ന് നല്ല തിളച്ച് മറിയുകയാണ്. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മുറുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറിൽ. നമ്മുടെ മുറുക്കൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് വരുന്നുണ്ട്, ബ്രൗൺ കളറിൽ. നമ്മുടെ മുറുക്ക് നല്ല ബ്രൗൺ കളറായി നല്ല ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മുറുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നിടം വരെ താങ്ക് യു.